ഹലോ, ഇന്ന് മാതാശ്രീയായിട്ട് ഞാനീ പോകുന്നത് ഒരു 70s കിഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നട്ടപ്പൊരി വെയിലത്താണ് നമ്മളീ പോകുന്നത്. അങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാവാം ഇനി ബാക്കിയുള്ള യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഷടപൊടിയുന്ന ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. അതിനുശേഷം വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ വഴിയൊന്നും അറിഞ്ഞുകൂടാതെ എന്ത് ചെയ്യാണ്, വഴി ചോദിച്ച് പോവുകയാണ് ആക്ച്വലി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. അങ്ങനെ അവിടെ എത്തി ഞാൻ കുറച്ച് എൻ്റെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഷെയർ കാണിച്ചു. ദെൻ നമ്മുടെ മെയിൻ പരിപാടി, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവല്ലേ. അങ്ങനെ നമ്മൾ പിന്നാമ്പുറത്തൂടെയൊക്കെയാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അമ്മയും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇങ്ങനത്തെ എന്താ പറയുക, ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ, അതും 70s കിഡ്സൊക്കെ അല്ലേ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ പോവാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇവിടെ നടക്കുന്നത് സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ്. അങ്ങനെ എന്താ ചെയ്തേ, ലാസ്റ്റ് നമ്മൾ വിഷൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി എന്താണ്, അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് കയറുകയാണ്. വീട്ടിലോട്ട് കയറി നമുക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കേക്കിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ദ നെയിം മാത്രമല്ല എഴുതുക. ഇതിൽ നമ്മൾ 18 to 50th ബർത്ത്ഡേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു സസ്പെൻസ് ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ ഇത് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുള്ളത്. പിന്നെ അടുത്ത് ഗിഫ്റ്റൊക്കെ നോക്കി ബർത്ത്ഡേ ഗേൾ അതൊക്കെ എൻജോയ് ചെയ്യാണ്. ഭയങ്കര ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. സർപ്രൈസ് ആയിപ്പോയില്ലേ, ഭയങ്കര സർപ്രൈസ് അല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കി അടുത്ത് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ നല്ല സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ജസ്റ്റ് വന്നുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആക്ച്വലി ഐ ആം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ. ഇത് നമ്മുടെ സ്വന്തം മുത്താൻ്റിയാണ്. മുത്താൻ്റി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഒത്തിരി ദിവസത്തിന് ശേഷം സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ അവിടെയുള്ള ഈ എന്താ പറയുക, കുറേ ഗ്രാമഭംഗിയൊക്കെ മൊബൈലിൽ പകർത്തി ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് തിരപ്പര അങ്ങോട്ടൊക്കെ നടന്നു. ആ സമയത്താണ് നമുക്കിനി അടുത്തത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാമെന്ന് പറഞ്ഞു. സ്റ്റാർ ഫ്രൂട്ട് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു. ദെൻ ലാസ്റ്റ് നമ്മൾ ഒരു സെൽഫിയൊക്കെ എടുത്തു. ഹാപ്പി ആയിട്ട് തിരിച്ചു.